എല്ലാവർക്കും SSC മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം SSC എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വേർഡാണ് ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദാറ്റ് നെവർ ഫെയിൽസ്, ഒരിക്കലും തോൽക്കാത്തത് അല്ലെങ്കിൽ ഒരിക്കലും പരാജയപ്പെടാത്തത്. ഓൾവേസ് ഡൂയിങ് വാട്ട് ഈസ് സപ്പോസ് ടു ഡു, എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് നെവർ ഫെയിൽസ്, ഒരിക്കലും പരാജയപ്പെടാത്തത്. ഓൾവേസ് ഡൂയിങ് വാട്ട് ഈസ് സപ്പോസ് ടു ഡു, നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. മിസജനിസ്റ്റ്. മിസജനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് വിമൺ, സ്ത്രീകളെ വെറുക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? മിസജനിസ്റ്റ്. അപ്പം സ്ത്രീ വിരുദ്ധൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ്. അപ്പം മിസജനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളെ വെറുക്കുന്ന ഒരു വ്യക്തി. എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് വിമൺ. എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് വിമൺ എന്താണ്? മിസജനിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ റിച്ച് പേഴ്സൺ ഹു ഹെൽപ്സ് ദ പുവർ ആൻഡ് ദോസ് ഇൻ നീഡ്, എസ്പെഷ്യലി ബൈ ഗിവിങ് മണി. അതായത് ഒരു നോർമലി ഒരു പണക്കാരനായ ഒരു വ്യക്തി പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുകയാണ്. അതായത് എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാരെ എല്ലാം പൈസ കൊടുത്ത് സഹായിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന്. അടുത്തത് മിസാന്ത്രോപ്പ്. മിസാന്ത്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. മറ്റുള്ള മനുഷ്യരെ വെറുക്കുന്നതും അതുപോലെ തന്നെ അവരെ അവോയ്ഡ് ചെയ്യുന്നതുമായ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? മിസാന്ത്രോപ്പ്. ഇനി ബ്യൂറോക്രസി. എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദെയർ ആർ എ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ഹു ആർ നോട്ട് ഇലക്റ്റഡ്. എന്താണ്? ഭൂരിഭാഗം ആൾക്കാരെയും ഇലക്റ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അപ്പം അവിടെ ഒരുപാട് ഒഫീഷ്യൽസ് കാണുമല്ലോ, അതിൽ ഭൂരിഭാഗം ഒഫീഷ്യൽസിനെയും എന്താണ്? ഇലക്റ്റ് ചെയ്യാത്തതായിട്ടുള്ള മെമ്പേഴ്സാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്യൂറോക്രസി എന്ന്. ക്യാനിബൽ. ക്യാനിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ഒരു ആളെ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാനിബൽ. അപ്പോൾ നമുക്ക് ഈ 6 വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദാറ്റ് നെവർ ഫെയിൽസ്, എന്താണ്? ഒരിക്കലും പരാജയപ്പെടാത്തത്. ഓൾവേസ് ഡൂയിങ് വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു ഡു, എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് വുമൺ. സ്ത്രീകളെ വെറുക്കുന്ന ആ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? മിസജനിസ്റ്റ് എന്നാണ്. സ്ത്രീകളെ വെറുക്കുന്ന വ്യക്തി ആരാണ്? മിസജനിസ്റ്റ്. എ റിച്ച് പേഴ്സൺ ഹു ഹെൽപ്സ് ദ പുവർ ആൻഡ് ദോസ് ഇൻ നീഡ്, എസ്പെഷ്യലി ബൈ ഗിവിങ് മണി. അതായത് പാവപ്പെട്ടവരെയും ആവശ്യക്കാരെയും ഒക്കെ പണം നൽകി സഹായിക്കുന്ന സമ്പന്നനായ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാണ്. എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. അതായത് മറ്റുള്ള മനുഷ്യരെ വെറുക്കുന്നതും അതുപോലെ തന്നെ അവരെ അവോയ്ഡ് ചെയ്യുന്നതുമായ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? മിസാന്ത്രോപ്പ് എന്നാണ്. എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ് അതർ പീപ്പിൾ, മിസാന്ത്രോപ്പ്. എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദെയർ ആർ എ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ഹു ആർ നോട്ട് ഇലക്റ്റഡ്. അതായത് ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ ഇലക്റ്റ് ചെയ്തിട്ടല്ല അവരവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനെ എന്താണ് വിളിക്കുന്നത്? ബ്യൂറോക്രസി. അപ്പം ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദെയർ ആർ എ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ഹു ആർ നോട്ട് ഇലക്റ്റഡ്. അപ്പം അടുത്ത വാക്കാണ് ക്യാനിബൽ. ക്യാനിബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. അപ്പം എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, അതായത് മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്യാനിബൽ. ക്യാനിബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. അപ്പം നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ബീയിങ് ഇൻ എ സ്മോൾ കൺഫൈൻഡ് പ്ലേസ്. അതായത് ഒരു ഇടുങ്ങിയ അല്ലെങ്കിൽ ഒരു നാരോ ആയിട്ടുള്ള സ്ഥലത്തോടുള്ള ഭയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ബീയിങ് ഇൻ എ സ്മോൾ കൺഫൈൻഡ് പ്ലേസ്. ഒരു ഇടുങ്ങിയ സ്ഥലത്തോടുള്ള ഭയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. ഈഗോയിസ്റ്റ്. എ പേഴ്സൺ ഹു തിങ്സ് ഹി ഓർ ഷീ ഈസ് ബെറ്റർ ദാൻ അതർ പീപ്പിൾ ആൻഡ് ഹു തിങ്സ് ആൻഡ് ടോക്സ് ടു മച്ച് അബൌട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അപ്പോൾ ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി, ആ വ്യക്തി വിചാരിക്കുന്ന എന്താണ്? മറ്റുള്ള വ്യക്തികളെക്കാളെല്ലാം കേമൻ അയാളാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഈഗോയിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അയാൾ അങ്ങനെ വിചാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അയാൾ എപ്പോഴും അയാളെപ്പറ്റി മാത്രം കൂടുതലായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പം ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു തിങ്സ് ഹി ഓർ ഷീ ഈസ് ബെറ്റർ ദാൻ ഓൾ അതർ പീപ്പിൾ ആൻഡ് ഹു തിങ്സ് ആൻഡ് ടോക്സ് ടു മച്ച് അബൌട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അടുത്തത് എലിജി. എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോയം ഓർ സോങ് ദാറ്റ് എക്സ്പ്രസസ് സാഡ്നെസ്. എന്താണ് എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പോയമാണ്, ഒരു ടൈപ്പ് ഓഫ് പോയം അല്ലെങ്കിൽ സോങ് ആണ്. എന്ത്?
സാഡ്നെസ്, ഒരു സങ്കടം വരുമ്പോൾ പാടുന്ന കവിതയോ അല്ലെങ്കിൽ പാട്ടോ, ഒരു വിലാപകാവ്യം എന്നൊക്കെ പറയാം. എസ്പെഷ്യലി ഫോർ സംബഡി ഹു ഹാസ് ഡൈഡ്, അതായത് മരണപ്പെട്ടവർക്ക് വേണ്ടി എഴുതപ്പെടുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു വിലാപകാവ്യമാണ് എന്ത്? എലീജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എലീജി, എ പോയം ഓർ സോങ് ദാറ്റ് എക്സ്പ്രസ്സസ് സാഡ്നെസ് എസ്പെഷ്യലി ഫോർ സംബഡി ഹു ഹാസ് ഡൈഡ്. അടുത്ത വാക്കാണ് എപ്പിലോഗ്. എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്പീച്ച് അറ്റ് ദ എൻഡ് ഓഫ് എ പ്ലേ, ബുക്ക് ഓർ ഫിലിം ദാറ്റ് കമൻസ് ഓർ ആക്ട്സ് ആസ് എ കൺക്ലൂഷൻ ടു വാട്ട് ഹാസ് ഹാപ്പൻഡ്. അപ്പം എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പീച്ചാണ്. ഒരു നാടകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൂവിയുടെയൊക്കെ ഏറ്റവും അവസാനമായി അതെന്താണ് അത് ആ മൂവി കൊണ്ട് അല്ലെങ്കിൽ ആ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ചെറിയ സെൻറ്റൻസുകളിൽ പറഞ്ഞു തരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിലോഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ ഈ പുസ്തകങ്ങളിലൊക്കെ അവസാനം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീച്ചിൻ്റെയൊക്കെ അവസാനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉപസംഹാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഈ എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പ്ലേയുടെയോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെയോ ഒരു സിനിമയുടെയൊക്കെ അവസാനം എന്താണ്, അതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ആ ഒരു സ്പീച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിലോഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് എപ്പിറ്റഫ്. എപ്പിറ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടൂം സ്റ്റോൺ. അതായത് ടൂം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവകുടീരം. ആ ശവകുടീരത്തിൽ ഉള്ള ഇൻസ്ക്രിപ്ഷൻസ്, അതായത് അവിടെ നമ്മൾ കൊത്തിവെച്ചിട്ടുള്ള സ്മരണക്കുറിപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിറ്റഫ് എന്ന് പറയുന്നത്. ഫാസ്റ്റീഡിയസ്, ബീയിങ് കെയർഫുൾ ദാറ്റ് എവറി ഡീറ്റെയിൽ ഈസ് കറക്റ്റ്, നോട്ട് ലൈക്കിംഗ് തിങ്സ് ടു ബി ഡേർട്ടി ഓർ അൺടൈഡി. എന്താണ്? നിസാര കാര്യങ്ങളിൽ പോലും അമിതമായി ശ്രദ്ധ ചെലുത്തുന്ന, അമിത ശ്രദ്ധയുള്ള ഒരാളെ വിളിക്കുന്ന പേരാണെന്ത്? ഫാസ്റ്റീഡിയസ്. അയാൾക്ക് എന്താണ്? സാധനങ്ങളൊന്നും വൃത്തികേടായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്താണ്? നിസാര കാര്യങ്ങളിൽ പോലും അമിതമായ ശ്രദ്ധ ചെലുത്തുന്ന, എപ്പോഴും കെയർഫുള്ളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? ഫാസ്റ്റീഡിയസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ബീയിങ് ഇൻ എ സ്മോൾ കൺഫൈൻഡ് പ്ലേസ്. അതായത് ഇടുങ്ങിയ സ്ഥലത്തോടുള്ള ഭയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു തിങ്സ് he or she is better than other people and who thinks and talks too much about himself or herself. എന്താണ്? മറ്റുള്ളവരെക്കാളെല്ലാം കേവൻ താനാണെന്ന് വിചാരിക്കുകയും തന്നെക്കുറിച്ച് മാത്രം കൂടുതലായി എപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഈഗോയിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അത് പിന്നെ ഒരാളുടെ മരണത്തെ സംബന്ധിച്ച് ഒരാളുടെ മരണത്തിൽ സങ്കടപ്പെട്ട് എഴുതപ്പെടുന്ന കാവ്യത്തെ അല്ലെങ്കിൽ ആ സോങ്ങിനെ നമ്മൾ എന്താണ് പറയുന്നത്? എലീജി എന്നാണ് പറയുന്നത്. എ സ്പീച്ച് അറ്റ് ദ എൻഡ് ഓഫ് പ്ലേ, ബുക്ക് ഓർ ഫിലിം ദാറ്റ് കമൻസ് ഓൺ ഓർ ആക്ട് എസ് എ കൺക്ലൂഷൻ ടു വാട്ട് ഹാസ് ഹാപ്പൻഡ്. അതായത് ഒരു പ്ലേയുടെയോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെയോ ഒരു സിനിമയുടെ അവസാനം ഒരു കൺക്ലൂഷനായിട്ട് വരുന്ന ആ സ്പീച്ചിനെ നമ്മൾ എന്താണ് പറയുന്നത്? എപ്പിലോഗ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ ടോം സ്റ്റോൺ, ശവകുടീരത്തിൽ എഴുതപ്പെടുന്ന സ്മരണക്കുറിപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്? എപ്പിറ്റഫ് എന്നാണ് പറയുന്നത്. ബീയിങ് കെയർഫുൾ ദാറ്റ് എവറി ഡീറ്റെയിൽ ഈസ് കറക്റ്റ്. എന്താണ്? നിസാര കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്ന, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണോ എന്ന് എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന ആ വ്യക്തിയെ ആ ആളിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫാസ്റ്റീഡിയസ്. അടുത്ത വാക്കാണ് ഇന്നെവിറ്റബിൾ. ദാറ്റ് യു കാനോട്ട് അവോയ്ഡ് ഓർ പ്രിവെൻറ്റ്. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കതിനെ തടയാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെയുള്ള കാര്യത്തെ വിളിക്കുന്നതാണ് എന്ത്? ഇന്നെവിറ്റബിൾ എന്ന്. ഒലിഗാർക്കി. ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹോൾഡ് ഓൾ ദ പവർ. എന്താണ്? അതൊരു ഫോം ഓഫ് ഗവൺമെൻറ്റാണ്. അവിടെ അധികാരം വളരെ ചുരുക്കം ചില ആൾക്കാരിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒലിഗാർക്കി. ഓപ്റ്റിമിസ്റ്റ്, എ പേഴ്സൺ ഹു ഓൾവേസ് എക്സെപ്റ്റ്സ് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ ഓർ തിങ്സ് ടു ബി സക്സസ്ഫുൾ. എന്താണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ പേഴ്സൺ ഹു ഓൾവേസ് എക്സെപ്റ്റ് ഗുഡ് തിങ്സ്. എന്താണ്? എപ്പോഴും നല്ലത് സംഭവിക്കുമെന്ന് മാത്രം വിചാരിക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? ഓപ്റ്റിമിസ്റ്റ് എന്ന്. പനാസിയ. പനാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് വിൽ സോൾവ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. എന്താണ്? എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെ വിളിക്കുന്നതാണ് പനാസിയ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്ന, എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഒറ്റമൂലി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതായത് പല പ്രോബ്ലംസിനും കൂടെയുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പനാസിയ എന്ന് പറയുന്നത്. ആൾട്യൂറിസ്റ്റ്. ആൾട്യൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൺ ഹൂ മേക്സ് ചാരിറ്റബിൾ ഡൊണേഷൻസ് ഇൻറ്റൻഡഡ് ടു ഇൻക്രീസ് ഹ്യൂമൻ വെൽബീയിങ്. അതായത് മനുഷ്യൻ്റെ നന്മയെ കരുതി ചാരിറ്റബിൾ ഡൊണേഷൻസ് നടത്തുന്ന വ്യക്തിയെ പറയുന്ന പേരാണെന്ത്? ആൾട്യൂറിസ്റ്റ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ദാറ്റ് യു കാനോട്ട് അവോയ്ഡ് ഓർ പ്രിവെൻറ്റ്. നമുക്ക് തടയാൻ പറ്റാത്തതിനെയോ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതിനെയോ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇന്നെവിറ്റബിൾ എന്നാണ് വിളിക്കുന്നത്. എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ഓൺലി എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹോൾഡ് ഓൾ ദ പവർ. എന്താണ്? ഒരു ഫോം ഓഫ് ഗവൺമെൻറ്റിൽ അധികാരം വളരെ കുറച്ച് പേരിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഒലിഗാർക്കി എന്നാണ് പറയുന്നത്. എ പേഴ്സൺ ഹു ഓൾവേസ് എക്സെപ്റ്റ്സ് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ ഓർ തിങ്സ് ടു ബി സക്സസ്ഫുൾ. എപ്പോഴും നല്ലത് മാത്രം നടക്കുമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്റ്റിമിസ്റ്റ് എന്നാണ്.
സംതിങ് ദാറ്റ് വിൽ സോൾവ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അതായത് എല്ലാ പ്രോബ്ലംസിനും കൂടെയുള്ള ഒരു ഒറ്റമൂലി, അങ്ങനെയുള്ള ഒരു സംഭവത്തെ വിളിക്കുന്ന പേരെന്താണ്? പനാസിയ എന്നാണ്. സമൺ ഹൂ മേക്സ് ചാരിറ്റബിൾ ഡൊണേഷൻസ് ഇൻറ്റൻഡഡ് ടു ഇൻക്രീസ് ഹ്യൂമൻ വെൽബീയിങ്. മനുഷ്യ നന്മയെ കരുതി ചാരിറ്റബിൾ ഡൊണേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? ആൾട്യൂറിസ്റ്റ് എന്നാണ്. അരിസ്റ്റോക്രസി, ദ റൂൾ ബൈ നോബിൾസ് ഓർ ഗവൺമെൻറ് ബൈ പേഴ്സൺ ഓഫ് ഹയസ്റ്റ് സോഷ്യൽ ഓർഡേഴ്സ്. അതായത് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ചേർന്നുള്ള ഭരണത്തെയാണ് എന്ത് പറയുന്നത്? അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. ഏത്തിയസ്റ്റ്, എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? ഏത്തിയസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത്തിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏത്തിയസ്റ്റ് എന്ന് വിളിക്കുന്നത്. കാലിഗ്രാഫി, ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് യു ഡു വിത്ത് എ സ്പെഷ്യൽ പെൻ ഓർ ബ്രഷ്. ഒരു സ്പെഷ്യൽ പെൻ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ഹാൻഡ് റൈറ്റിംഗ്, ഒരു കൈയക്ഷരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ ആ എഴുതിപ്പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ പെന്നോ ബ്രഷോ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന മനോഹരമായ ആ എഴുത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാലിഗ്രഫി എന്ന് വിളിക്കുന്നത്. കോണസർ, ആൻ എക്സ്പേർട്ട് ഓൺ മാറ്റേഴ്സ് ഇൻവോൾവിംഗ് ദ ജഡ്ജ്മെൻ്റൽ ബ്യൂട്ടി, ക്വാളിറ്റി ഓർ സ്കിൽ ഇൻ ആർട്ട്, ഫുഡ് ഓർ മ്യൂസിക്. അതായത് ആർട്ട്, ഫുഡ്, മ്യൂസിക് ഇതിൻ്റെയൊക്കെ സ്കില്ലും ക്വാണ്ടിറ്റിയും ഒക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റിയ വളരെ പ്രഗത്ഭനായ വിദഗ്ധനായ ഒരു വ്യക്തിയെന്നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണസർ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. ദ റൂൾ ബൈ നോബിൾസ് ഓർ ഗവൺമെൻറ് ബൈ പേഴ്സൺ ഓഫ് ഹയസ്റ്റ് സോഷ്യൽ ഓർഡർ. ദ റൂൾ ബൈ നോബിൾസ് എന്ന് പറഞ്ഞാലും എന്താണ്? അരിസ്റ്റോക്രസിയാണ്. ഗവൺമെൻറ് ബൈ പേഴ്സൺ ഓഫ് ഹയസ്റ്റ് സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാലും എന്താണ് ഉത്തരം? അരിസ്റ്റോക്രസിയാണ്. എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഏത്തിയസ്റ്റ് എന്ന് വിളിക്കുന്നു. ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് യു ഡു വിത്ത് എ സ്പെഷ്യൽ പെൻ ഓർ ബ്രഷ് എന്താണ്? കാലിഗ്രഫിയാണ്. ആൻഡ് എക്സ്പേർട്ട് ഓൺ മാറ്റേഴ്സ് ഇൻവോൾവിംഗ് ദ ജഡ്ജ്മെൻ്റൽ ബ്യൂട്ടി, ക്വാളിറ്റി ഓർ സ്കിൽ ഇൻ ആർട്ട്, ഫുഡ് ഓർ മ്യൂസിക് അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കോണസർ എന്നാണ് വിളിക്കുന്നത്. ഫേറ്റാലിസ്റ്റ്, എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് ഇവൻറ്റ്സ് ആർ ഡിസൈഡഡ് ബൈ ഫേറ്റ് ആൻഡ് കനോട്ട് ബി കൺട്രോൾ. എന്താണ് ഫേറ്റാലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് ഇവൻറ്റ്സ് ആർ ഡിസൈഡഡ് ബൈ ഫേറ്റ് ആൻഡ് കനോട്ട് ബി കൺട്രോൾ. എന്താണ്? നമുക്ക് ചുറ്റും നടക്കുന്നതെല്ലാം വിധിയാണെന്നും അത് നമ്മളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നും വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത്? ഫേറ്റാലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്ട്രോങ് ടു ബി ഡിഫീറ്റഡ് ഓർ ചേഞ്ച്ഡ്. എന്താണ്? തോൽപ്പിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിയാത്തതോ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ കഴിയാത്തതോ അത്രയും ശക്തമായ ഒന്നിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവിൻസിബിൾ. മേഴ്സണറി, എ സോൾജിയർ ഹൂ വിൽ ഫൈറ്റ് ഫോർ എനി കൺട്രി ഓർ ഗ്രൂപ്പ് ദാറ്റ് ഓഫേഴ്സ് പേയ്മെൻറ്റ്. അതായത് പേയ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന, പണം ഓഫർ ചെയ്യുന്ന ആർക്ക് വേണ്ടിയും പോരാടുന്ന ഒരു സോൾജിയറിനെ വിളിക്കുന്ന പേരാണെന്ത്? മേഴ്സണറി. അപ്പം ഒരു മേഴ്സണറിയും നമ്മുടെ സാധാ സോൾജിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ സാധാ സോൾജിയർ എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ഉണ്ട്, ഓക്കെ, ശമ്പളമുണ്ട്, എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രമേ പോരാടുകയുള്ളൂ. പക്ഷെ ഒരു മേഴ്സണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്ന ആർക്ക് വേണ്ടിയും അവർ പോരാടാൻ പോകും. അങ്ങനെയുള്ള പട്ടാളങ്ങളെ, സോൾജിയേഴ്സിനെ, കൂലിപ്പട്ടാളം എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കാവുന്ന വാക്ക്. അപ്പം അങ്ങനെയുള്ള സോൾജിയേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മേഴ്സണറി. അടുത്ത വാക്കാണ് എസറ്റിക്, എ പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ എ സിമ്പിൾ ആൻഡ് സ്ട്രിക്റ്റ് വേ വിത്തൗട്ട് ഫിസിക്കൽ പ്ലഷേഴ്സ് എസ്പെഷ്യലി ഫോർ റിലീജിയസ് റീസൺസ്. അതായത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ സിമ്പിളായ ലളിതമായ ജീവിതം, ലളിതവും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് വളരെ കഠിനമായ ജീവിതവും ജീവിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? എസറ്റിക്. ചുരുക്കം പറഞ്ഞാൽ എന്താണ്? സന്യാസി. അപ്പോൾ എസറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസി. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് ഇവൻറ്റ്സ് ആർ ഡിസൈഡഡ് ബൈ ഫേറ്റ് ആൻഡ് കനോട്ട് ബി കൺട്രോൾ. അതായത് ഇവൻറ്റ്സ് എല്ലാം എന്താണ്? വിധിയാണെന്നും അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നും വിശ്വസിക്കുന്ന ആളുകളെ എന്താണ് വിളിക്കുന്നത്? ഫെറ്റാലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ടു സ്ട്രോങ് ടു ബി ഡിഫീറ്റഡ് ഓർ ചേഞ്ച്ഡ് എന്താണ്? ഇൻവിൻസിബിൾ ആണ്. എ സോൾജിയർ ഹൂ വിൽ ഫൈറ്റ് ഫോർ എനി കൺട്രി ഓർ ഗ്രൂപ്പ് ദാറ്റ് ഓഫേഴ്സ് പേയ്മെൻറ്റ്. മേഴ്സണറി. എ പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ എ സിമ്പിൾ ആൻഡ് സ്ട്രിക്റ്റ് വേ വിത്തൗട്ട് ഫിസിക്കൽ പ്ലഷേഴ്സ് എസ്പെഷ്യലി ഫോർ റിലീജിയസ് റീസൺസ്. ഏതാണ്? എസറ്റിക് ആണ്. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.